കർത്താവിൽ പ്രിയരെ, എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവസ്ഥലിൽ കടന്നു വരുവാനും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിക്കുവാനും ദൈവം ഒരുക്കിയ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്നുമാണ് ഈ വചനചിന്ത അല്ലെങ്കിൽ ധ്യാനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ തന്നെ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. അതിനായി നമുക്ക് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കാം. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരുപ്പീൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് നമുക്ക് ദൈവവചനത്തിൽ നിന്നും വായിക്കാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതാണ്. മാത്രമല്ല, അത് ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. ദൈവവചനത്താലാണ് ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചതെന്ന് നമുക്കറിയാം. അത്രയ്ക്ക് ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് ദൈവം എല്ലാ ദിവസവും സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് മുഴുവനും തന്നെ ദൈവത്തിൻ്റെ വചനമാണ്. തിമോഥെയോസിന്റെ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, ഏത് വചനവും ദൈവശ്വാസീയമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനമായി നാം അതിനെ കൈക്കൊണ്ട് ഹൃദയപൂർവ്വം നാം വിശ്വസിച്ച് അതിനുവേണ്ടി കാത്തിരിക്കുമ്പോൾ ആ വചന നിമിത്തമുള്ള ശക്തി നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇവിടെ യാക്കോബ് പറയുന്നത്, അതിൻ പ്രകാരം നമ്മൾ ചെയ്യാതിരുന്നാൽ നാം നമ്മെ തന്നെ ചതിക്കുന്നു. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത എങ്ങനെയാണ്, ദൈവം വെറുതെയല്ല നമ്മളോട് സംസാരിക്കുന്നത്. നമ്മുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ടാണ്. നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആകാംക്ഷകൾക്കും സന്ദേഹങ്ങൾക്കും എല്ലാം മറുപടിയായി നമ്മുടെ ഹൃദയ നിലവാരം പരിശോധിച്ചാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. അപ്പോൾ ആ വചനം എന്തു പറയുന്നുവോ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നാം നമ്മെ തന്നെ ചതിക്കുക. പലപ്പോഴും ഈ വചനം ചെയ്യാതിരിക്കുവാൻ നമ്മെ പ്രലോഭിപ്പിക്കുന്ന കാര്യം നമ്മുടേതായിട്ടുള്ള ബന്ധങ്ങൾ, നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥപരമായ താല്പര്യങ്ങൾ, നമ്മൾ ലോകത്തെ ഭയക്കുന്നതുകൊണ്ട്, ആളുകളെ നമ്മൾ ഭയക്കുന്നതുകൊണ്ട്, ഇതെല്ലാം തന്നെ വചനം അനുസരിക്കുന്നതിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തുക. എന്നാൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും നമ്മെ തന്നെ പരിശോധിക്കണം. നാം യഥാർത്ഥമായും നാം കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ അതിനുള്ള ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ മക്കളോട് അങ്ങ് സംസാരിച്ചതിനായി സ്തോത്രം. ഈ വചന നിമിത്തമുള്ള ദൈവിക വിടുതൽ അവർ അനുഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. God bless you all.